ഹലോ ഫ്രണ്ട്സ്, വീണ്ടും വെറൈറ്റി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ മൂന്നാമത്തെ ഒരു വീഡിയോ ആണ് കുരുമുളക് കൃഷിയെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ അതിന് ചുറ്റും കട്ട വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് കട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് വളവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിന് മുകളിൽ വളം വിതറി. അതിനുശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് മണ്ണ് ഇട്ടു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വളവും മണ്ണും എല്ലാം അതിൽ തന്നെ കിടക്കും. നമുക്ക് ചെടി വളരെ കരുത്തിട്ട് വളരാനായിട്ട് സഹായകമാകും. അപ്പോൾ ഇത് കുരുമുളക് വെച്ചിട്ട് 2.5 മാസം ആവുന്നു. ഏകദേശം നല്ല വളർച്ചയുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ വേരുകൾ, അട്ടക്കാലുകൾ ഈ PVC പൈപ്പിൽ പറ്റിപ്പിടിച്ച് കയറുന്നത് നിങ്ങൾക്ക് കാണാം. പലർക്കും പല സംശയങ്ങളുണ്ട്. PVC പൈപ്പിൽ ഇത് പറ്റിപ്പിടിച്ച് കയറുമെന്നുള്ളത്, പക്ഷെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ഇത് കയറുന്നത്. അപ്പോൾ അത് ഉള്ള കാര്യം തന്നെയാണ്. PVC പൈപ്പിന് ഗ്രിപ്പുള്ളത് കൊണ്ട് അതിൽ പറ്റിപ്പിടിച്ച് തന്നെ കയറും. ആദ്യം 1-2 തവണ നമ്മളൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 13 കാലുകളാണ് നാട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഇല ആ കെട്ടിൻ്റെ ഇതിനകത്ത് പെട്ടുപോയി. അപ്പോൾ അതൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് ഇല ഒന്ന് വെളിയിലേക്ക് ആക്കിയിടാം. ഇടയ്ക്ക് നമ്മളത് നോക്കണം. ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഇലകൾ അകത്ത്, അതിൻ്റെ അടിഭാഗത്ത് മാറാമ്പല കൂട് കൂട്ടിയിട്ട് ഈ ഇല അങ്ങനെ മടങ്ങിയിരുന്ന് പിന്നെ അതിന് ഹോളൊക്കെ വീഴും. അപ്പോൾ അത് ഓരോ ഇലകളും നമ്മൾ സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്തി അതിൽ വല്ല അണുക്കളോ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെയൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണും, ഇതിൻ്റെ ഇലകളൊക്കെ നല്ല കരുത്തുറ്റ ഇലകളാണ്. ഞാനിപ്പോൾ വളം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കെട്ടിയതിന് ശേഷം ഞാൻ ആദ്യമേ കുറച്ച് ചീഞ്ഞ കരിയില ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് വളം, 1 കിലോ ഓരോ കിലോ വളം വെച്ച് ചെയ്തിട്ടുണ്ട്. അത് വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി മിശ്രിത വളമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിട്ടു. അതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ മണ്ണ് വിതറിയിട്ടുണ്ട്. മണ്ണ് വിതറുമ്പോൾ നമ്മൾ കുറച്ച് കാര്യം ചിന്തിക്കേണ്ടത്, നമ്മളതിൻ്റെ കടക്കേക്ക് അത്യാവശ്യം നമുക്ക് നേരത്തെ മണ്ണുണ്ട്. അതുകൊണ്ട് മണ്ണ് ഇടുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ അകത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കി കെയർ ചെയ്ത് വേണം ഇടാനായിട്ട്. അപ്പോൾ മാക്സിമം ഞാൻ വളരെ ശ്രദ്ധിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതിൽ ചില ചെടികൾക്ക് വലിപ്പ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ചിലപ്പോൾ വീഡിയോ പിടിച്ചതിൻ്റെ ആയിരിക്കാം. ചിലപ്പോൾ എല്ലാ ചെടികൾക്കും ഇത് നട്ടപ്പോഴേ ഒരേ വലിപ്പം അല്ലായിരുന്നു. ഒരു സൈഡ് വലിപ്പമുള്ള, ഒരു സൈഡിൽ വലിപ്പം കുറഞ്ഞ, അങ്ങനെ രീതിയിലാണ്. ഇത് നെല്ലിമരമാണ്, ഒന്നും കായൊന്നും ആയിട്ടില്ല. കൊടികളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല, വെച്ചത് അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ ഇത് ഇത്രയും ഹൈറ്റിൽ നല്ലൊരു കരുത്തിട്ട ചെടിയാണ്. പക്ഷെ ഇത്രയും വളർന്നു വരാത്ത കാര്യം, അവിടെ ഇത്തിരി ചോലയുണ്ടായിരുന്നു. അതിന് മേളിലായിട്ട് ചെമ്പരത്തി ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞു. ഞാനിവിടെ ഏകദേശം 4 ഇഞ്ചിൻ്റെ 12 കട്ട വെച്ചിട്ടാണ് ഒരു ചെടിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈഡിലൊക്കെ ഒരു 1 സൈഡ് മതിലായതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് കട്ട വെക്കേണ്ട വന്നില്ല. അതുകൊണ്ടാണ് അവിടെ 3 കട്ട കുറവായിരിക്കും. പുതിയ എതിലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒരു കാലിന് 2 തൈ കണക്കാണ് വെച്ചത്. പക്ഷെ അത് കൂടാതെ ഇപ്പോഴേ തന്നെ പുതിയ ഇതളുകൾ പൊട്ടി മുളച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് PVC പൈപ്പിൽ പറ്റി പിടിച്ചിരിക്കുന്ന കാണും വേരുകൾ ഉണ്ടോ. കുറച്ച് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്.
ഇല്ല കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് നമ്മൾ മേളിൽ ടോപ്പ് വരെയും ഒന്ന് കെട്ടി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. PVC പൈപ്പിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. പന്നിയൂർ വണ്ണ് എന്ന ഇനമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പന്നിയൂർ വണ്ണ് നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് വേലിയേർ ധാരാളം ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പന്നിയൂർ വണ്ണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ധാരാളം മഞ്ഞൾ നട്ടിട്ടുണ്ട്. പ്ലാവ് കായ്ച്ചിട്ടില്ല, ചെറിയ പ്ലാവാണ്, തൈപ്ലാവാണ്. ബാലൻസ് വന്ന കല്ല് അടക്കി വച്ചിരിക്കുന്നു. അത് പിന്നീട് നമുക്ക് ഉപകാരപ്പെടുമെന്ന് വരുന്നു. ഇത് മുരിങ്ങ മരമാണ്. നമുക്ക് ഇതൊക്കെ വളർന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടാനായിട്ട് വലിയ പാടാണ്. എല്ലാവരും മുരിങ്ങമരമൊക്കെ നാട്ടിൽ വീട്ടുവളപ്പിൽ നടന്ന് നല്ലതായിരിക്കും. ജാതിയാണ് നിങ്ങൾ കാണുന്നത്, വലിയ ജാതി, ചെറിയ ജാതി. ഇത് കുരുമുളക് നിറയെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നിറയെ കുരുമുളക് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഒരു നാടൻ ഇനമുണ്ട്. അതുകൂടാതെ ഞാൻ മാമലക്കണ്ടം എന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്നും വെറുതെ പറിച്ചു കൊണ്ടുവന്ന നട്ട കുരുമുളക്, അത് ഭയങ്കരമായിട്ട് വളരെ നന്നായിട്ട് ഒത്തിരി കുരുമുളക് അതിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നതിന് സീസണൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ചെറിയ കൊഴിച്ചിലുണ്ടാകാനും, പക്ഷെ നല്ല തിരിയാണ്, വലിയ തിരിയാണ്, നല്ല കനമുള്ള തിരിയാണ്. നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നാടൻ ചേമ്പാണ്, ചെറുചേമ്പെന്നൊക്കെ പറയും. കാന്താരിയൊക്കെ ഇതായിപ്പോയി. ഇത് ലക്ഷ്മി ദാരു, നമ്മുടെ എല്ലാവിധ രോഗങ്ങൾക്കും ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ രോഗങ്ങൾക്കും നല്ലതാണ്. ഇവിടെ മഞ്ഞളുണ്ട്, അതിനിടയ്ക്ക് ജാതിയുണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുമ്പളം നട്ടിട്ടുണ്ട്. കുമ്പളം ഉണ്ടായിട്ടുണ്ട്. 2 എണ്ണം പൊട്ടിച്ച് കറി വെച്ചായിരുന്നു, സൂപ്പറാണ്. ഇത് കിണറാണ്. ഇത് മുരിങ്ങമരമാണ്. തമിഴ്നാട്ടിൽ നിന്നും മുരിങ്ങമരത്തിൻ്റെ കോല് വെട്ടിക്കൊണ്ട് നട്ടതാണ്. എല്ലാം തന്നെ പിടിച്ചിരുന്നു. ഇത് കറിവേപ്പ്